മുസ്ലിം ലീഗ് ഉപയോഗിച്ച ആപ്പിൽ 36 കോടി രൂപയുടെ ഡീറ്റെയിൽസ് അവിടെ കിടക്കുകയല്ലേ? 40 കോടി രൂപയ്ക്ക് അടുത്തവർ പിരിച്ചില്ലേ? അത് കൃത്യമായിട്ട് ടൗൺഷിപ്പ് അവിടെ നിർമ്മിച്ചില്ലേ? നല്ല വീടുകൾ വന്നില്ലേ? ആ വീട്ടിൽ മനുഷ്യർ കയറി താമസിക്കുന്നില്ലേ? അപ്പൊ മുസ്ലിം ലീഗ് ഇതേ ആപ്പ് ഉപയോഗിച്ച് പിരിക്കുന്നു. ആ 36-40 കോടിയോളം പിരിക്കുന്നു. അവിടെ വീടുകൾ ഉയരുന്നു, അവിടെ ടൗൺഷിപ്പ് ഉയരുന്നു. ആർക്ക് സംശയമില്ല? നമുക്ക് മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ ഒരു ആക്ഷേപവും ഇല്ല. പക്ഷെ നോക്കൂ, ഇവിടെ കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്താ ആക്ഷേപം ഉണ്ടാവാനുള്ള കാര്യം? ആപ്പും കാണുന്നില്ല, ആപ്പിനകത്തൊരു കണക്കും കാണുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അവിടെയാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിക്കുമ്പോൾ ജനങ്ങൾ ഇത് വിശ്വസിക്കാൻ നിർബന്ധിതരാകും. അതിനിടയ്ക്കാണ് ഈ കണക്ക് വന്നത്. കണക്ക് കിട്ടി ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയാമോ സ്മൃതി, നമ്മുടെ DYFI എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ പ്രസ്ഥാനത്തെ അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റൂല. ചില ആളുകളൊക്കെ എഴുതിത്തള്ളും. ആ പ്രസ്ഥാനം ആക്രി കച്ചവടം നടത്തിയും സാധാരണക്കാരായ മനുഷ്യർക്ക് കൂലിപ്പണി എടുത്തും അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്നാണ് 20 കോടി രൂപ, എത്ര 20 crores, ഇപ്പോ കോൺഗ്രസ് എന്ന ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ദേശീയ പാർട്ടി ഉണ്ടാക്കിയതിന്റെ 4 ഇരട്ടി കേരളത്തിലെ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം പിരിച്ചു കൊടുത്തിട്ടുണ്ട്. 20 കോടി രൂപ. മുസ്ലിം ലീഗ് 2 ജില്ലകളിൽ മാത്രം വലിയ ഡൊമിനൻസ് ഉള്ള ഒരുപക്ഷെ കേരള പാർട്ടി എന്ന് പറയാവുന്ന ഒരു സ്റ്റേറ്റ് പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് പിരിച്ചതിന്റെ 8 മടങ്ങ് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കണക്കുമായിട്ട് വരികയാണ്. 5,38,00,000 രൂപ. ഇപ്പോൾ അതിനൊരു ക്ലാരിറ്റി കൂടി വന്നിട്ടുണ്ട്. അതിനകത്ത് യൂത്ത് കോൺഗ്രസ് പിരിച്ച 1,50,00,000 കൂടി വരും എന്നുള്ളതാണ്. അതായത് 4,33,00,000 രൂപ മാത്രമാണ് കോൺഗ്രസ് പിരിച്ചിരിക്കുന്നതെന്നാണ്. ആപ്പിൽ ഈ വിവരം നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ധനലക്ഷ്മി ബാങ്കിലായിരുന്നു അക്കൗണ്ട് എന്ന് പറയുന്നു. അക്കൗണ്ടിന്റെ വേറെ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടുണ്ടോ? പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കണക്ക് തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണെന്നുള്ളതാണ്. എന്നാൽ അതേസമയം CPM-ഉം CPM-ന്റെ അനുബന്ധ സംഘടനകളും ബഹുജന വർഗ സംഘടനകളും കൊടുത്തിരിക്കുന്ന കണക്ക് നോക്കുമ്പോഴാണ് 140 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നു. ഡൽഹി ദേശീയ ഘടകം തന്നെ 92,99,000 കൊടുത്തിരിക്കുന്നു. കേരളം സ്വന്തമായിട്ട് പിരിച്ചിട്ടില്ല CPM, അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെയാണ് 5 കോടി രൂപ എന്ന് പറയുന്ന, അല്ലെങ്കിൽ 4 കോടി രൂപ എന്ന കണക്കുമായിട്ട് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. കള്ളൻ പവിത്രനെ ഓർമ്മപ്പെടുത്തുകയാണ് വയനാടിലെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ. മറ്റാരുണ്ട് LDF അല്ലാതെ?